എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതമാണ് നോക്കുന്നത്. ആദ്യത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു അല്ലേ? അഷ്ടമി രോഹിണി ദിവസം ചിങ്ങമാസത്തിൽ ഭഗവാൻ പിറന്നു എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടു. ആ ജനനം കഴിഞ്ഞ ഉടനെ ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത് പറഞ്ഞത് എന്നാണിപ്പോൾ ഈ അടുത്ത ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഭഗവാൻ ജനിച്ചു. ഭഗവാൻ ആ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപം ആ ദേവകിക്കും വസുദേവർക്കും കാണിച്ചു കൊടുത്തു. ഭഗവാൻ തൻ്റെ തൽസ്വരൂപം അവർക്ക് കാണിച്ചു കൊടുത്തു. അവരപ്പോൾ നല്ല അതീവ ഭക്തിയോടെ രണ്ടുപേരും ഭഗവാനെ മാറി മാറി രണ്ടുപേരും സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, മുമ്പത്തെ ജന്മത്തിൻ്റെ കാര്യം അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും 3 ജന്മങ്ങളിലായിട്ട് ഇവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് ജീവിക്കണത് എന്ന്. സ്വയംഭുവമനുവിൻ്റെ കാലത്ത് മുമ്പത്തെ ജന്മത്തിൽ സ്വയംഭുവമനുവിൻ്റെ കാലത്ത് ഇവർ പൃശ്നിയും സുതപസ്സും, പൃശ്നി മറ്റേ ദേവകി പൃശ്നിയായിരുന്നു, വസുദേവർ സുതപസ് എന്നൊരു പ്രജാപതിയായിരുന്നു അത്രേ. അപ്പോൾ ഇവർ അതികഠിനമായിട്ട് ഭഗവാനെ തപസ് ചെയ്തു. അവർക്ക് ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള മോഹം. അവർക്ക് ഉണ്ണികൾ ഉണ്ടാവണില്ല. അപ്പോൾ ഒരു ഉണ്ണി ഉണ്ടായി അതിനെ സംരക്ഷിച്ച് കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അവർ അതികഠിനമായി തപസ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ മരങ്ങളിൽ നിന്ന് ഉണങ്ങി വീഴുന്ന ഇലയാണത്രേ അന്ന് അവർ ഭക്ഷിച്ചിരുന്നത്. പച്ചയില പറിച്ചെടുത്താൽ അത് മരത്തിന് ഒരു വേദനയാവുമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അത്രയും പോലും ഹിംസ, ജീവനുള്ള മരത്തിന് ജീവനുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് വളരണത്. അപ്പോൾ അതിൻ്റെ പച്ചയില നമ്മൾ ഇങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ അതിനൊരു വേദന ഉണ്ടാവും. ആ ഒരു വേദന പോലും, അങ്ങനെ ഒരു ഹിംസ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിചാരത്തിൽ അവർ മരത്തിൽ നിന്ന് ഇങ്ങനെ ഉണങ്ങി വീഴുന്ന ഇല മാത്രമാണത്രേ ഭക്ഷിച്ചിരുന്നത്. അന്ന് അങ്ങനെ അവർ എത്ര കാലമാണ് തപസ് ചെയ്തത്? 12,000 ദേവസംവത്സരം. ഒന്നാലോചിച്ച് നോക്കൂ. നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അങ്ങനെയുള്ള 12,000 ദേവസംവത്സരം. അത് എത്രയാണെന്ന് പറഞ്ഞാൽ 4 യുഗങ്ങൾ കൂടിയതാണ്. ഒരു ചതുർയുഗമാണ് 12,000 ദേവസംവത്സരം. അത്രയും കാലം ഇവർ അതികഠിനമായിട്ട് തപസ് ചെയ്തു ഭഗവാനെ. അങ്ങനെ എങ്ങനെയാണ് തപസ് ചെയ്യുക എന്ന് വെച്ചാൽ അവരെ ഈ തപസ്സിൻ്റെ ആ ഒരു ശക്തിയും വൈഭവവും ഒക്കെ കൊണ്ട് ഇവരെ കാലം ബാധിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്താവും സ്ഥിതി? നമ്മളെപ്പോലെയല്ല. അവർക്ക് തപസ് അത്രയ്ക്ക് ശക്തിയുള്ള തപസ്സായിരുന്നു. അവർക്ക് അത്രയും ആഗ്രഹിച്ച ഭഗവാനെ കാണണം എന്നുള്ള അത്രയും ആഗ്രഹം കൊണ്ട് അവർ അതികഠിനമായ തപസ് ചെയ്തത് കൊണ്ട് കാലത്തിന് പോലും അവരെ അടുത്തേക്ക് ചെല്ലാൻ ഭയമായിരുന്നു എന്നാണ്. കാലം അവരെ ബാധിച്ചില്ല. അതുകൊണ്ട് അവർ എന്ന് തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രായം തന്നെ ആയിരുന്നു അവർക്ക് ഈ 12,000 ദേവവർഷം കഴിഞ്ഞപ്പോഴും. അങ്ങനെയാണ് ഭാഗവതത്തിൽ പറയണം. അപ്പോൾ അന്ന് 12,000 ദേവസംവത്സരം ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വരം ചോദിച്ചു. അപ്പോൾ അവർക്ക് ഈ മോഹം, ഉണ്ണി ഉണ്ടാവണം എന്നുള്ള മോഹമുള്ളത് കൊണ്ട് അവർ മോക്ഷം വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അന്ന് തന്നെ മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ അവർക്ക് മോക്ഷം വേണ്ട. അവർക്ക് ഭഗവാനെ പോലെ ഒരു ഉണ്ണിയെ വേണം, അവിടുത്തെ പോലെ ഒരു ഉണ്ണിയെ വേണം ഞങ്ങൾക്ക് എന്നാണ് അവരന്ന് ഭഗവാനോട് വരം ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് വരാം എന്ന് പറഞ്ഞു.
അന്ന് ഈ പൃശ്നിക്കും സുതവസനും ഭഗവാൻ പുത്രനായിട്ട് ജനിച്ചു. അതാണ് പൃശ്നിഗർഭൻ എന്നൊരു പുത്രൻ അവർക്കുണ്ടായി. അത് കഴിഞ്ഞ് ഇവരുടെ പിന്നത്തെ ജന്മത്തിലാണ് കശ്യപനും അദിതിയും ആയിട്ട് ജനിച്ചത്. ഇവർ അദിതിയിലാണ് വാമനാവതാരം ഉണ്ടായത്. അത് നമുക്കറിയാം അല്ലേ. അന്നും ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി ജനിച്ചു. അദിതിയിൽ വാമനാവതാരം ഉണ്ടായി. ആ കഥ നമുക്കറിയാം. ബലിയുടെ അഹങ്കാരം കളഞ്ഞു, സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. അതൊക്കെ നമുക്കറിയാം. അതിന് ശേഷം ഉള്ള ജന്മമാണ് ഇപ്പോൾ അവരുടെ ദേവകിയും വസുദേവരും ആയിട്ടുള്ള ഈ ജന്മം. 3ാമത്തെ ജന്മമാണ്. അപ്പോഴും ഭഗവാൻ അവർക്ക് പുത്രനായി വന്നു. അപ്പോൾ ഇവരോട് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ് ഭഗവാൻ എന്ന് വെച്ചാൽ, ഇവർക്ക് മുൻ ജന്മത്തെക്കുറിച്ച് ഉള്ള ഒരു ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ഭഗവാന് പിന്നെ ഒരു കാര്യവും കൂടി പറഞ്ഞു. ഇനി ഞാൻ കംസനെ പേടിയാണ്, ഞാനിവിടെ കിടന്നാൽ കംസൻ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ടെങ്കിൽ, കംസന് ഭയം ഉണ്ടെങ്കിൽ എന്നെ ഗോകുലത്തിലേക്കാക്കുക. യശോദയുടെയും വസുദേവരുടെയും അടുത്ത് എന്നെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, അത് മായാഭഗവതിയാണ്, ആ കുട്ടിയെ ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവന്നോളൂ എന്നും ഭഗവാൻ പറഞ്ഞു. ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഭഗവാന്റെ ആ തൽസ്വരൂപം മറച്ചു, ചതുർബാഹുസ്വരൂപം മറച്ചു. പിന്നെയും കുഞ്ഞു കുട്ടിയായിട്ട് കയ്യും കാലും ഇട്ട് ഉണ്ടായ ഉടനെയുള്ള ആ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിലേക്ക് ഭഗവാൻ മാറി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. പക്ഷേ കൃഷ്ണന് ഇങ്ങനെ നമ്മുടെ കുട്ടിയായിട്ട് ഈ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ, ഈ മനുഷ്യനല്ലേ, മറ്റേ ദേവകിയും വസുദേവരും ഒക്കെ മനുഷ്യരാണല്ലോ. അപ്പോൾ അവർക്ക് അന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ പെട്ടെന്ന് എപ്പോഴൊന്നും അവർ ഓർക്കാറില്ല. അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ വികൃതി കാണിക്കുമ്പോൾ കെട്ടിയിട്ടതും അങ്ങനെ പീലി കൊണ്ടടിച്ചതും ഒക്കെ. അത് ഒരു വെറുതെ ഒരു പേടിപ്പിക്കുക അത്രേ ഉണ്ടായിട്ടുള്ളൂ അന്ന്. എന്നാലും അവർക്ക് പെട്ടെന്ന് മായ മറയ്ക്കും അവരുടെ ആ ഓർമ്മയൊക്കെ. എപ്പോഴും ഒന്നും ഇത് ഭഗവാനാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ആപത്ത് വരുമ്പോഴും യശോദ ഭയങ്കര പേടിയാണ് യശോദയ്ക്ക്. അയ്യോ എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ, കാറ്റ് വന്നിട്ട് പൊക്കി കൊണ്ടുപോയി ചാണു മാറ്റാൻ ആയിട്ട് വന്നിട്ട് മറ്റേ അസുരൻ വന്നു, കാറ്റായിട്ട് തൃണാവർത്തൻ വന്നു, അങ്ങനെ എന്തെല്ലാം അപകടങ്ങൾ സംഭവിച്ചു. അപ്പോഴൊക്കെ യശോദയ്ക്ക് പേടിയാണ്, അയ്യോ എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ഈ ആദ്യം ഭഗവാൻ പറഞ്ഞതൊന്നും തൽക്കാലം അങ്ങോട്ട് മറക്കും. അതുകൊണ്ടാണ്. മനുഷ്യരായാൽ അങ്ങനെ ഒരു മറവി ഉണ്ടാവും. അപ്പോൾ അതുപോലെ ജാതകർമ്മത്തിന് ഗർഗമുനി വരുമ്പോഴും പറയാനുണ്ട്, ഇവർ സാധാരണ മനുഷ്യകുട്ടികളല്ല, ഇത് ഈശ്വരന്മാരാണ് ഇവർ രണ്ടുപേരും എന്ന് അപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓർമ്മ വരും, അത് അന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന്. പക്ഷെ പിന്നെയും മറന്നുപോകും. ഇനി ഈ ചതുർബാഹു സ്വരൂപം ഭഗവാൻ മറച്ച് കുഞ്ഞു കുട്ടിയായിട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ശ്ലോകം ചൊല്ലാം, എന്നിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അച്ഛൻ്റെ ഹസ്തപത്മത്തിനു മധുകരമായി നിന്നു പോവാൻ മുതിർന്നു. തൽക്കാലേ മുഷ്കു തേടിയിടിന കനക കവാടങ്ങൾ താനേ തുറന്നു. ചക്രീശൻ ഛത്രമാർന്നു നിറപുഴയുമുഴറ്റോടു നീർവാങ്ങി നിന്നു. ചിക്കെന്നമ്പാടി ചേർന്നു ജനകനവിടയ കന്യയെ കൊണ്ടുപോന്നു. വസുദേവർ
ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് പറയണത്. അച്ഛൻ്റെ ഹസ്തപത്മത്തിനു മധുകരമായി നിന്നു. അച്ഛൻ്റെ ഹസ്തപത്മം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ രണ്ട് കയ്യിലും ഹസ്തമാകുന്ന പത്മം, ഹസ്തമാകുന്ന താമരപ്പൂവിൽ ഒരു നീലവണ്ട് അല്ലെങ്കിൽ ഒരു തേനീച്ചയുടെ പോലെ ഭഗവാൻ കിടന്നു. നീലവണ്ട്, നീല നിറാണെന്നല്ലേ പറയണേ. അപ്പോൾ ആ അച്ഛൻ്റെ താമരപ്പൂവാകുന്ന കയ്യിൽ നീലവണ്ടിനെ പോലെ ഭഗവാൻ പോവാൻ റെഡിയായി. അപ്പം നേരത്തെ പറഞ്ഞല്ലോ എന്നെ അവിടെ കൊണ്ടാക്കണം എന്ന്. വസുദേവരല്ലല്ലോ, നന്ദഗോപരുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി ആക്കണം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പോവാൻ മുതിർന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിന് ആനന്ദം പകർന്നുകൊണ്ട് എന്നും ഒരു അർത്ഥം പറയാം. അച്ഛനെ കാത്തു നോക്കി. അപ്പോൾ 6 മക്കൾ മരിച്ചിട്ട് പിന്നെ കിട്ടിയ ഉണ്ണിയാണ്, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു മോഹം അച്ഛനും ഉണ്ടാവുമല്ലോ. പിന്നെ തൽക്കാലേ മുഷ്കു തേടിയിടിന കനകകവാടങ്ങൾ താനേ തുറന്നു. അതിക്രമിക്കാൻ പറ്റാത്തതാണ്. എന്നുവെച്ചാൽ കനകകവാടങ്ങളാണ്, സ്വർണത്തിൻ്റെയാണ് വാതിലും കാരാഗൃഹവും ഒക്കെ. അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ഒരു കവിതയിൽ കേട്ടിട്ടുണ്ട്, ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന്. ഇതിപ്പോൾ കാരാഗൃഹത്തിൻ്റെ ഉള്ളിലാണ് കിടക്കണത്. അത് വാതിൽ സ്വർണ്ണമായതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അവർക്ക്. അതുപോലെ ഹസ്തപത്മം എന്നാണ് പറയണത്. നമ്മൾ ചില ഫോട്ടോയിലൊക്കെ ഈ വസുദേവരുടെ തലയിൽ, ഒരു കൊട്ടയിൽ തലയിൽ കൃഷ്ണനെ ചുമന്നുകൊണ്ട് പോണ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കൊട്ടയൊന്നും കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ആ കാരാഗൃഹത്തിൽ എവിടുന്ന് കൊട്ട വരാനാണ്? പിന്നെ ഇനി തേടിപ്പിടിച്ച് കൊണ്ടുവരാനാണെങ്കിലും പറ്റില്ല. കാവൽക്കാരുണരും, അതുപോലെ കംസൻ ഉണരും. അങ്ങനെയുള്ള എല്ലാ ഭയത്തിൻ്റെയും നടുവിലാണ് വസുദേവർ. അപ്പോൾ ഈ കൊട്ട തേടി പിടിച്ച് കൊണ്ടുവരാനൊന്നും യാതൊരു സാധ്യതയും ഇല്ല, കിട്ടാനും വഴിയില്ല. അപ്പം ഈ ഹസ്തപത്മം തന്നെയാണ് അവിടെ യോജിക്കുന്നത്. കയ്യിൽ എടുത്ത് പിടിച്ച് കൊണ്ടുപോയി, അല്ലാതെ കൊട്ടയൊന്നും കിട്ടില്ല. അതൊക്കെ ചിത്രകാരന്മാരുടെ ഭാവന എന്ന് വിചാരിക്കാം. മുഷ്കു തേടിയിടിന കനകകവാടങ്ങൾ, ദേവകി വസുദേവന്മാർ കിടന്നിരുന്ന കാരാഗൃഹത്തിൻ്റെ സ്വർണ്ണവാതിലുകൾ തന്നെ തുറന്നു. ഈശ്വരേച്ഛ, സ്വമേധയാ തുറന്നു. ഈശ്വരേച്ഛ, ഭഗവാനാണ് കയ്യിലുള്ളത്. അപ്പോൾ അത് തന്നെ കടക്കാൻ അങ്ങോട്ട് ചെന്നപ്പോൾ വാതിൽ തന്നെ അങ്ങോട്ട് തുറന്നു. പിന്നെ ചക്രീശൻ ഛത്രമാർന്നു. ചക്രീശൻ എന്ന് പറയുമ്പോൾ, ചക്രി എന്ന് പറഞ്ഞാൽ പാമ്പാണ്, ചുരുണ്ട് കിടക്കുന്നത് കൊണ്ടാണ് ചക്രി എന്ന് പേര് വന്നത്. ചക്രികളുടെ ഈശനാണ് അനന്തൻ. അനന്തൻ കൊട പിടിച്ചു എന്ന് നമ്മൾ അത് അവതാരം വായിക്കുമ്പോൾ കേൾക്കാറുണ്ട്. ചക്രീശൻ ഛത്രമാർന്നു. പിന്നെ ചക്രി എന്ന് പറയുന്നത് ചക്രം കയ്യിലുള്ള ആളാണ് മഹാവിഷ്ണു. ചക്രം ധരിച്ചവനാണ്. അങ്ങനെയും ചക്രി എന്ന് ഭഗവാന് പേരുണ്ട്. അപ്പോൾ ഈശനായുള്ളവൻ, ചക്രം ധരിച്ചവൻ, ഈശനായുള്ളവൻ, അതാണ് അനന്തൻ. ഛത്രമാർന്നു, പടമിടർത്തി കൊട പോലെ ഭഗവാന് വസുദേവരും അപ്പം മഴയുണ്ടായിരുന്നു എന്ന് ഊഹിക്കാം. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഛത്രം പോലെ, കൊട പോലെ പടം നിവർത്തി കൂടെ ചെന്നു എന്നാണ് അനന്തൻ ഇവരെ നനയ്ക്കാതെ ചെന്നു എന്നാണ് പറയുന്നത്. നിറപുഴയും ഉഴറ്റോട് നീർവാങ്ങി നിന്നു. എന്നുവെച്ചാൽ കാളിന്തി നദി മഴ പെയ്തിട്ട് ഇങ്ങോട്ട് നിറഞ്ഞ് കൂലം കുത്തി ഒഴുകുകയാണ്. പക്ഷേ ഭഗവാനെയും കൊണ്ട് വസുദേവർ വരുന്നതെങ്ങനെ കണ്ടപ്പോൾ നേരെ പകുതിയായിട്ട് അങ്ങോട്ട് വഴി മാറി അങ്ങോട്ട് കൊടുത്തു. വെള്ളം
രണ്ട് ഭാഗത്തേക്ക് അങ്ങ് നീങ്ങി നിന്നു എന്നർത്ഥം. വസുദേവർ സുഖമായിട്ട് പുഴ കടന്ന് അപ്പുറത്തെത്തി. ചിക്കെന്ന് ഒരു വിഘ്നവും കൂടാതെ അമ്പാടിയിൽ എത്തി എന്ന് വസുദേവർ യാതൊരു വിഘ്നങ്ങളും കൂടാതെ എത്രയും പെട്ടെന്ന് അമ്പാടിയിൽ എത്തിച്ചേർന്ന് വ്രജത്തിലെത്തി. അവിടെ ഈ ഉണ്ണിയെ അവിടെ അങ്ങോട്ട് യശോദ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പതുക്കെ കൊച്ചിനെ ഈ കൊണ്ടുപോയ ആളെ അവിടെ കിടത്തി, അവിടെ കിടന്ന ആളെ കയ്യിലെടുത്ത് ഇങ്ങോട്ട് പോന്നു. അവിടെ മായാഭഗവതിയാണേ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു പെൺകൊച്ചിൻ്റെ രൂപത്തിൽ അവിടെ കിടക്കണത് മായാഭഗവതിയാണതും ഭഗവാന്റെ നിർദ്ദേശത്തിലാണ് മായാഭഗവതി അങ്ങനെ അവിടെ അവതരിച്ചിട്ടുള്ളത്. എല്ലാം ഭഗവാന്റെ കളിയാണല്ലോ. അപ്പോൾ കൊച്ചു കരഞ്ഞൊന്നുമില്ല. ആരോ എടുത്ത് കൊണ്ടുപോരുമ്പോൾ കരഞ്ഞൊന്നുമില്ല, എല്ലാം മായയല്ലേ. അപ്പോൾ കരച്ചിലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് യശോദ യാതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഈ പെൺകൊച്ചാണ് ഉണ്ടായത് എന്നുള്ള ഒരു ബോധം പോലും യശോദയ്ക്ക് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ജനകൻ അവനെ കൊച്ചിനെ വസുദേവർ കംസൻ്റെ കാരാഗൃഹത്തിലേക്ക് ഈ മായാഭഗവതി പെൺകുഞ്ഞായി അവതരിച്ച ആ കൊച്ചിനെ കംസൻ്റെ കൊട്ടാരത്തിലേക്കും കൊണ്ടുപോന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.